നമ്മൾ സാധാരണ ആറന്മുളക്കാരെല്ലാം എല്ലാവരും ഒന്നിച്ചു ചേരുന്നൊരു സമയം നമ്മുടെ ഉത്രട്ടാതി വള്ളംകളിയാണ്. അപ്പോൾ സ്വദേശത്തും വിദേശത്തും അതോടൊപ്പം കേരളത്തിന് പുറത്തുമൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്നിച്ചു ചേരുന്ന സമയമാണ് നമ്മുടെ വള്ളംകളി. മറ്റ് ഒരു കാര്യം കൂടി പ്രത്യേകം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ കാലത്ത് നമ്മളെല്ലാം കൂടുതൽ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നൊരു ഘട്ടമാണ്. നമ്മുടെ ജോലി, നമ്മുടെ തിരക്കുകൾ, പിന്നെ നമ്മുടേതായിട്ടുള്ള ഇടങ്ങൾ. അപ്പോൾ കുടുംബത്തിനുള്ളിൽ തന്നെ ആണെങ്കിലും പരസ്പരം സംസാരിക്കാൻ സമയമില്ലാത്ത വിധത്തിൽ തിരക്കാണ്. പണ്ടൊക്കെ നമ്മളെല്ലാവരും അത്താഴത്തിന് ഡിന്നറിന് ഒരുമിച്ച് വരും. പക്ഷേ ഇന്ന് ഡിന്നറിന് ഒരു നേരമെങ്കിലും, പ്രഭാത ഭക്ഷണമാണെങ്കിലും അല്ലെ ഉച്ചഭക്ഷണം സാധാരണ എല്ലാവരും ഒന്നിച്ച് വരില്ല അല്ലേ, ഡിന്നറിന് തീർച്ചയായിട്ടും. അപ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഒന്നിച്ചു വരുന്ന ഒരു കാലം ഇന്ന് എത്ര കുടുംബങ്ങളിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരെയും നോക്കൂ, ഈ വേദിയിലേക്ക് നോക്കൂ, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പെട്ട ആളുകളുണ്ട്, എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും പെട്ടവരുണ്ട്, സാംസ്കാരിക നായകരുണ്ട്, കലാപ്രതിഭകളുണ്ട്, ആരോഗ്യരംഗത്ത് സിജോച്ചനെ പോലെ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഈ ഒറ്റ സ്ഥലത്തേക്ക് ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഈ സന്ധ്യയുടെ മനോഹാരിത എന്ന് ഞാൻ കരുതുന്നു. പല സ്ഥലങ്ങളിലുള്ള നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ഒരു വ്യത്യാസങ്ങളുമില്ലാതെ ഒരിടത്തേക്ക് ഒന്നിച്ച് ചേർത്തുകൊണ്ട് അല്പസമയം സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരവസരം തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്രേസ് ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും അതുപോലെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ബാബു തോമസ്, അതുപോലെ ശ്രീ എബ്രഹാം തടിയൂർ, ശ്രീ അബ്ദുൽ അസീസൊക്കെ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയാണ്. നമുക്ക് ഈ ഒരു അങ്ങനെ ഒരു ഒന്നിച്ചു ചേരുക എന്നുള്ളത് മാത്രമല്ല, അതിൽ നമ്മുടെ ഒരു കലാസ്വാദനത്തിന് മനസ്സൊക്കെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കുന്നതിനും സംഘർഷങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്നതിനും സന്തോഷത്തോടെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരവസരം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത്. ഇതൊരു നല്ല തുടക്കമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ, പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കട്ടെ. അതോടൊപ്പം ഒരുപാട് ഹോംവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ താരസംഘടനയുടെ സാരഥ്യത്തിൽ 9 പുരുഷന്മാരാണല്ലേ, 8 സ്ത്രീകളും, ഒരു ചരിത്രമാണ്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ടിനി ടോം, അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അജയകുമാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 1992 തിരൂർ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1-2 പോയിൻറ്റിനാണ് അങ്ങേക്ക് കലാപ്രതിഭാ പുരസ്കാരം നഷ്ടപ്പെട്ടത്. അന്ന് ആ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അന്ന് ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് നമ്മൾ 10ാം ക്ലാസ്സിലാണ്, ഞങ്ങളൊരു പ്രായമാണെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങൾ 10ലാണ് തിരൂർ വെച്ച് ഒരു വേദിയിൽ, അന്ന് മഞ്ജു വാര്യർ കലാതിലകമായ വർഷമാണ്, ഒരുമിച്ച് ഞങ്ങൾ പങ്കെടുത്തത്. 1ാം സ്ഥാനം കിട്ടിയ ഐറ്റംസൊക്കെ ദൂരദർശന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ടത് ഞാൻ ഓർക്കുന്നു. ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകം അതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം വിപിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായതിലും സന്തോഷം അറിയിക്കട്ടെ. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 32ഓളം പുരസ്കാരങ്ങൾ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള, കഴിഞ്ഞ ദിവസവും WHO ജേർണലിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മെൻഷൻ ചെയ്യപ്പെട്ടു. പക്ഷേ കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പിനെതിരെ വലിയ ആക്രമണം നൽകുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചാണ് എനിക്ക് കൂടുതൽ പരിചയം എന്ന് പറഞ്ഞു. കാരണം മറ്റ് ഈ 35 പുരസ്കാരങ്ങളൊന്നും ലഭിക്കുന്നത് ഒരിടത്തും ആരോഗ്യവകുപ്പിനാണ് കേട്ടോ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതൊരിടത്തും മെൻഷൻ ചെയ്യപ്പെടാത്തൊരു ഘട്ടം, ഒരു സാഹചര്യം പൊതുവിലുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ. എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ഏറ്റവും വന്യനായ ഇന്ന് മരണാനന്തര പുരസ്കാരം ലഭിക്കുന്ന മൊറാൻമാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപൊലിത്ത തിരുമേനിയെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം സിജോ അച്ഛനൊക്കെ ഉൾപ്പെടെയുള്ളവരാണ്. ഓരോരുത്തരും ഇതിൽ പ്രതിഭാധനരാണ്. ഞാൻ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചികിത്സയ്ക്ക് മുന്നിൽ നിസ്സഹായരായി പോകുന്ന മനുഷ്യരോട് ഏറ്റവും ആർദ്രത കാണിക്കുന്ന ഒരു സ്ഥാപനമാണ് അച്ഛൻ്റേത് കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഇപ്പോൾ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരോടൊക്കെ
എത്ര കരുണയോടുകൂടിയാണ് ആ സ്ഥാപനം പെരുമാറുന്നത് എന്നത് ഈ അവസരത്തിൽ ഓർത്തുകൊള്ളട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ, എല്ലാവരും ആരോഗ്യത്തോടെ സമാധാനത്തോടെ ആയിരിക്കട്ടെ.